ഞാനൊരു ചോക്ലേറ്റ് ലവർ ഒന്നുമല്ല, പക്ഷേ ഈ കേക്ക് കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര അഡിക്റ്റഡായി. കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇതിലും സിമ്പിളായിട്ട് ഇനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഓവനും ബീറ്ററും ഒന്നും വേണ്ട. ഒരു പാനിലേക്ക് മൈദ, കൊക്കോ പൗഡർ, ഷുഗർ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് മുട്ട, പാല്, ഓയിൽ, വാനില എസൻസ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. എല്ലാത്തിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് 2 സ്പൂൺ ഹോട്ട് കോഫിയാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളമായാലും മതി. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടും. ഇനി ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ടാവും. ഇനി ഇത് സോക്ക് ചെയ്യാനായിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പാലും മിൽക്ക് മെയ്ഡും കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത്. ഈ സോസ് തന്നെ വേണമെന്നില്ല, ഷുഗർ സിറപ്പ് ആയാലും മതി. ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്. ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുക. ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ക്രീമും ചോക്ലേറ്റും ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എന്താ, കട്ട് ചെയ്യുക, കഴിക്കുക. അതുപോലെ തന്നെ നോർമൽ കേക്ക് ഉണ്ടാക്കണ പോലെ ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല. നല്ല ജ്യൂസിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.